lovers, welcome back to my YouTube channel Suluz Diaries. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 1 മന്തായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന പുതുവത്സരമാണ് നമുക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റി കാണും, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാബിൽ. ഇന്നൊരു Q&A സെക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കമൻസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസും എല്ലാം വെച്ചിട്ടാണ് നമ്മളിന്ന് Q&A സെഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു Q&A സെഷനോട് കൂടി തന്നെ നമ്മൾ ഒരു ഗിവ് അവേ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേ ഞാൻ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ തന്നെ കാണണം. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ അതിനുള്ള ആൻസറാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് അജ്മി സുൽത്താന, എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ മിക്ക വീഡിയോസിനും സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ പേര് അജ്മി സുൽത്താന എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഹസ്ബൻഡിൻ്റെ വീട് കരുനാഗപ്പള്ളിയിൽ തൊട്ടടുത്ത സ്ഥലം തന്നെയാണ്, ശാസ്താംകോട്ട ഭരണിക്കാവ് എന്ന് പറയും. അപ്പോൾ ഒരുപാട് പേര് വീട്ടിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥലം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് സ്ഥലം പറയുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഞാൻ അധികം ആളിനെയൊന്നും എൻ്റർടൈൻ ചെയ്യാറില്ല, മെയിനായിട്ട് കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടും സെയിലിന് വേണ്ടിയിട്ടൊക്കെ വളരെ കുറച്ച് പേരൊക്കെ വരാറുണ്ട്. കഴിയുന്നത് നമ്മൾ ഓൺലൈൻ സെയിൽ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കൗണ്ടർ സെയിലായിട്ട് വേറെ ഇല്ല. അപ്പോൾ വീട്ടിൽ പ്ലാൻസ് ഉള്ള സമയമാണെങ്കിൽ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്, പക്ഷേ എന്നാലും കൂടുതൽ ആൾക്കാരെ ഞാൻ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഗാർഡനിങ് ഒക്കെ ഒറ്റയ്ക്കാണോ ചെയ്യുന്നതെന്ന്. അപ്പോൾ ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഗാർഡൻ എല്ലാം ചെയ്യുന്നത്. കാരണം ഇതെൻ്റെ ഒരു പാഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാന്റ്സ് വളർത്തുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്ലാന്റിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്ത് അതിനെ വളർന്നു വരുന്നത് കാണാനൊരു പ്രത്യേക സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഒരു സന്തോഷമാണ് അതൊക്കെ കാണുന്നത്. അതുകൊണ്ട് എല്ലാം ഗാർഡനിങ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ വലിയ ചട്ടിയും മണ്ണും ഒക്കെ നിറയ്ക്കുന്ന അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഓൺലൈൻ സെയിലുള്ളതുകൊണ്ട് നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡർ വരുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ പേരൊക്കെ ഫാമിലി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫാമിലിയിൽ ആർക്കും അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ആരെയും കാണിക്കാത്തത്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസിൽ ഫാമിലിയിലെ കാര്യങ്ങളൊന്നും പറയാറില്ല. എൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡ്, എൻ്റെ മോള്, അതുപോലെ ഹസ്ബൻഡിൻ്റെ വാപ്പ, ഉമ്മ, ഉമ്മച്ചമ്മ ഒക്കെ ഉണ്ട്. ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. പിന്നെ എല്ലാവരെയും കൂടെ ഒരേ സമയം കിട്ടാനും ഭയങ്കര പാടാണ്, അതുകൊണ്ടാണ് ഫാമിലി കാണിക്കാത്തത്. ഇനി എപ്പോഴെങ്കിലും എല്ലാവരെയും കൂടെ ഒരുമിച്ചൊക്കെ കിട്ടുമ്പോൾ ഞാൻ കാണിക്കുന്ന കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്, എങ്ങനെയാണ് വ്ളോഗിങ്ങിലേക്ക് വന്നത്, എന്തൊക്കെയുള്ളൊരു എൻട്രി എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് വന്നത്. ഹസ്ബൻഡാണ് എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ വെച്ചിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിങ്ങിലേക്ക് വന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ വിജയിക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ശരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോസ് ഇടാനായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഒരുപാട് നന്ദിയുണ്ട്. അത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ. പിന്നീട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിച്ച് ഈസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ബെനിഫിറ്റ് യു ഗോട്ട് ബീയിങ് എ യൂട്യൂബർ. ശരിക്കും ഒരു യൂട്യൂബർ ആയതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പ്ലാൻസിലേക്ക് എനിക്ക് അടുക്കാൻ കഴിഞ്ഞത്. ഒരുപാട് പ്ലാൻസ് വാങ്ങിക്കാൻ കഴിഞ്ഞു. ഒരുപാട് പരീക്ഷണങ്ങൾ ശരിക്കും ചെയ്തു നോക്കാനൊക്കെ ഭയങ്കര ഒരു എനർജി ആയിരുന്നു ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. നേരത്തെ തന്നെ ഞാൻ ഒരുപാട് പ്ലാൻസ് വാങ്ങിക്കുമായിരുന്നു, പക്ഷേ നമുക്ക് ഒരുപാട് പ്ലാൻസ് വാങ്ങിച്ചു കഴിയുമ്പം ഒരുപാട് വില കൊടുത്തായിരിക്കും. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഓർക്കിഡ്സൊക്കെ നല്ല റേറ്റ് കൊടുത്തായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മടി വരും ഒത്തിരി വാങ്ങിച്ച് കൂട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ യൂട്യൂബ് തുടങ്ങിയതോടുകൂടി അങ്ങനൊരു പ്രശ്നമേ ഇല്ലാതായി. ഇഷ്ടംമാതിരി പ്ലാൻസ് വാങ്ങിക്കും. പിന്നെ യൂട്യൂബ് ഇൻകവും ഒരു പരിധി വരെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പോസിറ്റീവ് എനർജി ഈ കമൻറ്റ്സ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ശരിക്കും. നല്ല കമൻറ്റ്സ്, നിങ്ങളുടെ ഓരോ കമൻസിനും എന്താ പറയുക, നമുക്ക്
ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് ശരിക്കും. നല്ല കമൻസൊക്കെ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ വീഡിയോസ് ചെയ്യാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ടായിരുന്നോ സെയിലുണ്ടോ അങ്ങനെ സെയിൽ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാണ് ശരിക്കും നമ്മൾ ഈ ഓൺലൈൻ സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിനും നിങ്ങളോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം നിങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ഇങ്ങനെ കമൻസ് വന്നപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് സെയിൽ ചെയ്തുകൂടാ എന്ന് തോന്നിച്ചതും. അങ്ങനെയാണ് ഞാൻ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ എനിക്ക് ഈ കമൻസ് ഒരുപാട് പേര് കമൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പം അവരോടൊക്കെ പറയാനുള്ളത് സെയിലുണ്ട് നമ്മൾ. കാരണം നേരത്തെ ഉള്ള വീഡിയോസിലൊന്നും പറയുന്നുണ്ടായിരുന്നില്ല ഓൺലൈൻ സെയിലിനെ പറ്റി. കഴിഞ്ഞ ഒരു 8 വീഡിയോ ഒക്കെ ആണ് നമ്മൾ ഓൺലൈൻ സെയിലിനെ പറ്റി പറയുന്നത്. അപ്പം നേരത്തെയുള്ള വീഡിയോസ് കാണുന്നവർക്ക് ഈ ഓൺലൈൻ സെയിലിനെ പറ്റി അറിയില്ല. അപ്പം അതിലൊക്കെയാണ് കൂടുതൽ കമൻസ് വരാറുള്ളത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ശരിക്കും നമുക്ക് സെയിലുണ്ട്. അപ്പോൾ സെയിലിനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ മുമ്പുള്ള വീഡിയോസിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് നമ്മളുടെ വാട്സപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാൻസ് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും, നമ്മൾ കൊറിയർ സർവീസ് വഴി. പിന്നെ ഗാർഡൻ ടൂർ ചെയ്യുമോയെന്ന് ഒരുപാട് പേര് ആദ്യം മുതലേ ചോദിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഗാർഡൻ ടൂർ പോലും ചെയ്തിട്ടില്ല. കൂടുതലും ഈ പ്ലാൻ കെയർ വീഡിയോസാണ് ചെയ്യാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള വീഡിയോസിൽ ഗാർഡൻ ടൂർ ഉണ്ടാവും. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എനിക്ക് നേരത്തെ തന്നെ പ്ലാന്റ്സിനോട് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ട് പ്ലാന്റ്സൊക്കെ ഒരുപാട് വാങ്ങിത്തരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അതിനോട്ട് അടുക്കാനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഹസ്ബൻഡാണ് ശരിക്കും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാൾ. പിന്നെ എന്താ പറയുക, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഈ കൃഷിയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ വാപ്പാടെ വാപ്പ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ കൃഷിക്കാരും കൂടി ആയിരുന്നു. അപ്പം ആ ഒരു ടേസ്റ്റ് അതുകൊണ്ടായിരിക്കാം എനിക്ക് കൂടുതൽ ഈ ഗാർഡനിങ്ങിനോടൊരു ഇൻട്രസ്റ്റ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കമൻസിൽ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ഞാൻ അധികം എടുത്തിട്ടില്ല. അപ്പോൾ കൂടുതലും നമ്മൾ ഇടുന്ന വീഡിയോയോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കമൻസ് ഡൗട്ടുകൾ വരുന്നത്. പ്രത്യേകിച്ചും ഓർക്കിഡ്സിൻ്റെനകത്ത് പറയുവാണെങ്കിൽ നമ്മളിപ്പം ഫെർട്ടിലൈസറുകളും പെസ്റ്റിസൈഡും അതുപോലെ ഫംഗിസൈഡും ഒക്കെ നമ്മൾ എത്ര സമയം ഇടവിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഡൗട്ട് മിക്കവരും ചോദിക്കാറുണ്ട്. അപ്പം ശരിക്കും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫംഗിസൈഡും ഒരു പെസ്റ്റിസൈഡും കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ അത് ഏത് ഫെർട്ടിലൈസറും ആവാം, ജൈവവളമാവാം, രാസവളമാവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കൊരു ഫംഗിസൈഡ് കൊടുക്കാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം നമുക്ക് ഒരു പെസ്റ്റിസൈഡ് കൊടുക്കാം. അപ്പം ഒരു ആഴ്ചയിൽ ഇത് 3 എണ്ണം കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്ത് നമ്മൾ പോകാമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് വളരും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫെർട്ടിലൈസറും ഒരു പെസ്റ്റിസൈഡും ഒരു ഫംഗിസൈഡും മാത്രം ഉപയോഗിക്കാതെ മാറി ഉപയോഗിക്കണം. അപ്പോഴാണ് പ്ലാന്റ്സിന് കൂടുതൽ ഇഷ്ടവും. പിന്നെ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് വന്ന ഡൗട്ടെന്ന് പറയുന്നത് ആമ്പലിൻ്റെ പോട്ടിങ്ങൊക്കെ നമ്മൾ കാണിച്ചപ്പം ആമ്പലിൻ്റെ ഈ വെള്ളം ഇത്രയും എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് കിടക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നമ്മൾ ആമ്പൽക്കുളത്തിൽ നമ്മൾ ഡെയിലി വാട്ടറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ഗപ്പിയെ ഇട്ടേക്കുമല്ലോ. അപ്പോൾ ഗപ്പിയിൽ നമുക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഞാനൊരു ഫ്ലേക്സാണ് കൊടുക്കാറുള്ളത്. അപ്പം ആ ഫ്ലേക്സ് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം അധികം കലങ്ങാറില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. സാധാരണ ഇങ്ങനെ ചെറിയ ബോൾസ് പോലെയുള്ള തീറ്റ ഉണ്ടല്ലോ, അത് ആ ഒരു ഫുഡ് സപ്ലിമെൻറ്റ് വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങി ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഫ്ലേക്സ് കൊടുക്കുമ്പോൾ ഗപ്പി ഫ്ലേക്സാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അതൊക്കെ ഏതാണെന്ന് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഗപ്പി ഫ്ലേക്സ് കൊടുക്കുന്നത് കൊണ്ട് അധികം കലങ്ങി അങ്ങനെ പോകാറില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. അത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഫ്ലേക്സ് കൊടുക്കുന്നത് കൊണ്ട്. പിന്നെ വേറെ കുറേ കാരണങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ Q&A സെക്ഷനിൽ വരുന്നത്. പിന്നെ ഗിവ് അവേ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ ഗിവ് അവേ ചെയ്യുന്നത്. ഗിവ് അവേ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയർ ആവുകയാണ് ജനുവരി 8-ന്. അപ്പോൾ ജനുവരി 8-ന് നമ്മൾ ഈ വിന്നറിനെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു പ്ലാൻ കെയർ വീഡിയോ ഇടും. ആ ഒരു വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും.
അപ്പോൾ ആ ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ആ കമൻസിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കായിരിക്കും ഞാൻ പ്ലാന്റ് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ മറക്കാതെ എല്ലാവരും കാണണം. അപ്പോൾ അതിൽ വിന്നറാവുന്ന ആളെ ഞാൻ ജനുവരി 8 നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വിന്നർ ആരാണെന്ന് നമുക്ക് ജനുവരി 8 മാത്രമേ അറിയാൻ കഴിയൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.